നമസ്കാരം. ദേവനന്ദ നമുക്കറിയാം, മാളികപ്പുറത്തിലെ നടിയാണ്. മാളികപ്പുറത്തിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ച ഒരു ബാലതാരം കൂടിയാണ് ദേവനന്ദ. ജൂറി അധ്യക്ഷനായ പ്രകാശ് രാജിനെതിരെ ശക്തമായ രീതിയിൽ ഇപ്പോൾ ദേവനന്ദ മുന്നോട്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച സംസ്ഥാന ചലച്ചിത്ര ജൂറി പുരസ്കാരത്തിൽ പ്രകാശ് രാജ് മൈക്കെടുത്ത് ആദ്യം പറഞ്ഞ കാര്യം, ഇവിടെ ബാലതാരങ്ങൾക്കുള്ള ഒരു അവാർഡും നമ്മൾ പ്രഖ്യാപിക്കുന്നില്ല, അതുപോലുള്ള സിനിമകൾ നമുക്ക് മുന്നിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇതിനെതിരെയാണ് ശക്തമായ രീതിയിൽ ദേവനന്ദ അഭിപ്രായം കുറിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ തരംഗമാണ്, കാട്ടുതീയാണ് ദേവനന്ദയുടെ പ്രതികരണം. എനിക്ക് ഒന്നാമത്തെ കാര്യം വലിയ സന്തോഷം തോന്നിയത്, പുതിയ തലമുറ, യുവതലമുറ എന്ത് പറഞ്ഞാലും കേട്ട് മിണ്ടാതിരിക്കാതെ കൃത്യമായ രീതിയിൽ പ്രതികരിക്കാൻ രംഗത്തെത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ദേവനന്ദയുടെ പോസ്റ്റിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അധികം വിശദീകരിക്കുന്നില്ല, നേരെ പോസ്റ്റിൽ പോയിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ദേവനന്ദയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: നിങ്ങൾ കുട്ടികൾക്ക് നേരെ കണ്ണടച്ചോളൂ, പക്ഷേ ഇവിടെ മുഴുവൻ ഇരുട്ടാണെന്ന് പറയരുത്. കുട്ടികളും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്. ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് നേരെയാണ് 2024 മലയാള സിനിമ അവാർഡ് പ്രഖ്യാപനത്തോടെ ജൂറി കണ്ണടച്ചത്. സ്ഥാനാർത്ഥി ശ്രീകുട്ടനും ഗു, ഫീനിക്സും, അജയന് രണ്ടാം മോഷണവും അടക്കമുള്ള ഒരുപാട് സിനിമകളിൽ കുട്ടികൾ അഭിനയിച്ചിട്ടുണ്ട്. 2 കുട്ടികൾക്ക് അവാർഡ് കൊടുക്കാതെ ഇരുന്നത് കൊണ്ടല്ല കൂടുതൽ കുട്ടികളുടെ സിനിമകൾ ചെയ്യണമെന്ന് പറയാൻ ശ്രമിക്കേണ്ടത്. 2 കുട്ടികൾക്ക് അത് നൽകിയിരുന്നുവെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് അത് ഊർജ്ജമായി മാറിയേനെ. കുട്ടികൾക്ക് കൂടുതൽ അവസരം കിട്ടണമെന്നും അവരും സമൂഹത്തിൻ്റെ ഭാഗമാണെന്നും പറഞ്ഞ ജൂറി ചെയർമാൻ കുട്ടികളുടെ അവകാശങ്ങളെ കാണാതെ പോയതിൽ കടുത്ത അമർഷമുണ്ട്. എല്ലാ മാധ്യമങ്ങളും സിനിമാ പ്രവർത്തകരും പൊതുജനങ്ങളും ഇത് ചർച്ച ചെയ്യണം. അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടല്ല മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത്. മാറ്റങ്ങൾക്കൊപ്പം അവകാശങ്ങളും സംരക്ഷിക്കാൻ കഴിയണമെന്നുള്ളതാണ് ദേവനന്ദയുടെ വാക്കുകൾ. എന്ത് മനോഹര വാക്കുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബാലതാരങ്ങൾക്ക് അവാർഡില്ല എന്ന് ജൂറി ചെയർമാൻ പറയുന്നതിൻ്റെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള സോഷ്യൽ മീഡിയയുടെ ചോദ്യങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണ് ദേവനന്ദയുടെ മറുപടി. പ്രത്യേകിച്ച് സിനിമകൾ എണ്ണി ദേവനന്ദ പറയുന്നുണ്ട്. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ, ഗു, ഫീനിക്സ്, അജയൻ്റെ രണ്ടാം മോഷണം, ഈ 4 സിനിമകൾ മാത്രമൊന്നുമല്ല. ബാലതാരങ്ങളായിട്ട് അഭിനയിക്കുന്ന കുട്ടികൾ അവർ സിനിമാ മേഖലയിലേക്ക് വരുമ്പോൾ അവർ പല പല സിനിമകളിലും അഭിനയിക്കുന്നുണ്ട്. ഇതൊന്നും കണ്ടില്ല എന്ന് ജൂറി അങ്ങ് തീരുമാനിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളതാണ് ചോദ്യം. ജൂറി തീരുമാനിക്കുന്നു, അവാർഡുകൾ പ്രഖ്യാപിക്കുന്നു, ജനങ്ങളിലേക്ക് എത്തിക്കുന്നു, പിന്നീട് അപ്പീലോ കാര്യങ്ങളോ ഒന്നുമില്ല. ജനങ്ങളത് സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ളത് ജനാധിപത്യ രീതിയിൽ കാര്യങ്ങൾ മാറണം. ഇത് ചർച്ച ചെയ്യും, സ്വാഭാവികമായിട്ടും ചോദ്യങ്ങൾ ഉയരും, സ്വാഭാവികമായിട്ടും അമർഷങ്ങൾ ഉയരും. ആ ഒരു അമർഷം തന്നെയാണ് ദേവനന്ദ ഇതിൽ പുലർത്തുന്നത്. ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ടല്ലോ. കാരണം ഇപ്പോൾ ജൂറി പറയുകയാണ് ബാലതാരങ്ങൾക്ക് അവാർഡില്ല എന്ന് പറയുമ്പോൾ, ബാലതാരങ്ങളെ വെച്ചുകൊണ്ട് വിനേഷ് വിശ്വനാഥ് സംവിധാനം ചെയ്ത സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ആ സിനിമ റിലീസായതിനു ശേഷം എന്തോരം ചർച്ചയായപ്പെട്ട സിനിമയാണെന്നുള്ളത് നമുക്കറിയാം. മറ്റ് സംസ്ഥാനങ്ങളിലെ എഡ്യൂക്കേഷൻ ബോർഡുകൾ ഉൾപ്പെടെ മാറ്റുന്ന രീതിയിൽ കുട്ടികൾക്ക് ഇനി ബാക്ക് ബെഞ്ച് ഇല്ല, എല്ലാ വിദ്യാർത്ഥികളും സമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ മുന്നോട്ട് വെച്ചിരുന്ന ഒരു ആശയം, എല്ലാ വിദ്യാർത്ഥികളെയും ഒരുമിച്ച് വട്ടത്തിലെടുത്തുക, ഒരു തരത്തിലും ഫ്രണ്ട് ബെഞ്ച്, ബാക്ക് ബെഞ്ച്, മിഡിൽ ബെഞ്ച് എന്ന പരിപാടി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടൊരു സിനിമ മുന്നോട്ട് വെക്കുന്നു. കുട്ടികളുടെ ഉള്ളിൽ എത്രമാത്രം മാനസിക സംഘർഷത്തെ ആ സിനിമ സംസാരിച്ചിട്ടുണ്ടെന്നും വളരെ ലൈറ്റായി ഹ്യൂമറായി ആ സിനിമ സംസാരിച്ചിട്ടുണ്ടെന്നും അതിനുശേഷം ആ സിനിമയിൽ അഭിനയിച്ച ഒരു ബാലതാരത്തെയും ജൂറി കണ്ടില്ല എന്ന് പറയുന്നത് എന്തൊരു വാക്കുകളാണ് എന്നുള്ളതാണ് പ്രകാശ് രാജിനോടുള്ള ആദ്യത്തെ ചോദ്യം. പോയിന്റ് നമ്പർ 2, സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ വിട്. എത്രയോ സിനിമകളിൽ അല്ലാതെ ബാലതാരങ്ങളായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവരെ ആരെയും പരിഗണിക്കാതെ ചിൽഡ്രൻസ് ഫിലിം എന്ന കോട്ട പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമ, ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമ ആണോ അതോ കുട്ടികൾ അഭിനയിച്ച സിനിമയാണെന്നുള്ള ചോദ്യമുണ്ട്. അതായത് ഇവരഭിനയിക്കുമ്പോൾ അവരുടെ കഴിവിനെ മാക്സിമം കൊണ്ടുവന്ന് അവരുടെ കഴിവിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് പ്രകാശ് രാജിൻ്റെ വാക്കുകളും ജൂറിയുടെ തീരുമാനം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ലെന്നേ. ഒരു പുതിയ തലമുറയാണ് അവർ ഒരുപാട് പ്രതീക്ഷകളോട് സിനിമാ മേഖലയിലേക്ക് വരുന്നവരാണ്. അവർക്ക് നാളെ അവർ ഐഡലായിട്ട് കാണുന്ന പല താരങ്ങൾ, രാജാക്കന്മാരെയും താരറാണിമാരെയും ഒക്കെ ഇൻസ്പയർ ചെയ്തുകൊണ്ടായിരിക്കാം അവർ സിനിമയിലേക്ക് വരുന്നത്. ആൻഡ് വൺ മോർ തിങ്, ഈ സിനിമയിലൊക്കെ ഇവർ വരുമ്പോൾ പോലും അവർ ഒരുപാട് ഹോംവർക്ക് ചെയ്യുന്നവരാണ്. ഡയലോഗുകൾ കാണാതെ പഠിക്കണം, ആ കഥാപാത്രത്തിന് വേണ്ടി മാറ്റങ്ങൾ കൊണ്ടുവരണം. അങ്ങനെ അഭിനയിച്ച എത്രയോ ബാലതാരങ്ങൾ നമ്മുടെ 2024 അവരെ ഒന്നും ജൂറി കാണാതെ, അവരുടെ അഭിനയത്തിന് യാതൊരുവിധ വിലയും കൊടുക്കാതെ അങ്ങ് പറയുന്നു ബാലതാരങ്ങൾക്ക് അവാർഡില്ല എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആ പിഞ്ചു മനസ്സുകളുടെ മനസ്സ് നോവിക്കാൻ എന്തിനാണ് ജൂറി അങ്ങനെയുള്ള പരാമർശം എടുത്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള മാന്യമായ ചോദ്യം പ്രേക്ഷകരുടെ മുന്നിലേക്ക് നമ്മൾ വയ്ക്കുകയാണ്. ഇപ്പോൾ ദേവനന്ദ ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് വരുമ്പോൾ 2 കാര്യങ്ങൾക്കാണ് സന്തോഷം തോന്നുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മുടെ ഇന്നത്തെ യുവതലമുറ ശബ്ദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്ത് പറഞ്ഞാലും അത് കേട്ട് വിഴുങ്ങാതെ സംസാരിക്കേണ്ടതാണെങ്കിൽ സംസാരിക്കും, പ്രതികരിക്കേണ്ടതാണെങ്കിൽ പ്രതികരിക്കും. അതിപ്പോൾ ഏത് രീതിയിൽ ആരോടാണെങ്കിലും
ന്യായമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് പെരുമാറേണ്ട രീതിയിൽ തന്നെ സംസാരിക്കും എന്നുള്ളത് ദേവനന്ദയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് വ്യക്തമല്ലേ? ദേവനന്ദ ഈ മുന്നോട്ട് വയ്ക്കുന്ന കാര്യമുണ്ടല്ലോ, ഇത് സംസാരിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. കാരണം ഒരു ഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോഴേക്കും ഈ കുട്ടികൾ എന്ന് പറഞ്ഞ് നമ്മൾ ഇവരെ തരം താഴ്ത്തുകയോ അല്ലെങ്കിൽ തരം തിരിക്കുകയോ ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താണ്? ചിൽഡ്രൻസ് ഫിലിമായിട്ട് മുന്നോട്ട് വന്നൊരു സിനിമ, പ്രത്യേകിച്ച് ബറോസ് എന്ന് പറഞ്ഞൊരു സിനിമയാണ്. മോഹൻലാൽ നായകനായി, മോഹൻലാൽ തന്നെ ആദ്യമായി സംവിധാനം ചെയ്ത ബറോസ് കഴിഞ്ഞ വർഷമാണ് റിലീസെത്തിയത്. ആ സിനിമ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമയാണെന്ന് നാഴേക്ക് 40 വട്ടം മോഹൻലാൽ പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. ആ സിനിമ പരിഗണിക്കണമോ വേണ്ടോ എന്നുള്ളത് ജൂറിയുടെ തീരുമാനം. പക്ഷേ കുട്ടികൾക്ക് വേണ്ടി സിനിമകളെ വന്നിട്ടില്ല എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജൂറി ചെയർമാൻ പ്രകാശ് രാജ്? ഈ 2 ചോദ്യങ്ങളും ചോദിച്ചോട്ടെ. പിന്നുള്ള രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ കാണുന്ന കമേഴ്ഷ്യൽ സിനിമകളല്ലാണ്ട് ശ്രുതി ശരണ്യം പറഞ്ഞതുപോലെ തന്നെ ഒട്ടനവധി സിനിമകൾ IFFK മേളയിലോ അല്ലാണ്ടോ ആയിട്ടോ മലയാളത്തിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒട്ടനവധി സിനിമകൾ വന്നിട്ടുണ്ട്. അവരെ ഒന്നും കാണാതെ, അവിടെയുള്ള ബാലതാരങ്ങളെ ഒരു തരത്തിലും പരിഗണിക്കാതെ, അവരാരും അവാർഡിന് യോഗ്യരല്ല എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എനിക്ക് മനസ്സിലാവുന്നില്ല, ഒരു തരത്തിലും മനസ്സിലാവുന്നില്ല. ഇവരെല്ലാവരും അഭിനയിച്ചവരാണ്, ഇവരെല്ലാവരും അവരുടെ രീതിയിൽ കോൺട്രിബ്യൂഷൻ കൊടുത്തതാണ്, ആ സ്ക്രിപ്റ്റിന് വേണ്ട രീതിയിൽ കൊടുത്തവരാണ്. ഇപ്പം ബാലതാരങ്ങൾക്ക് വേണ്ടി കമേഴ്ഷ്യലായിട്ട് എല്ലാ തരത്തിലുമുള്ള സിനിമകൾ വരണമെന്ന് വാശി പിടിക്കരുത്. ഇന്നത്തെ തരത്തിലുള്ള സമൂഹത്തിൽ കമേഴ്ഷ്യൽ സിനിമകൾ വയബിൾ ആവണമെങ്കിൽ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് അറിയുന്ന രീതിയിലുള്ള താരങ്ങളെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്നിട്ടും പോലുള്ള സിനിമ, സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ പോലുള്ള സിനിമകളൊക്കെ തന്നെ കുട്ടികളെ കേന്ദ്രീകരിച്ചാണ് മുന്നോട്ട് വരുന്നത്. അതിന് അർഹതപ്പെട്ടൊരു അവാർഡ് കൊടുക്കുകയോ അല്ലെങ്കിൽ അവരെ അഭിനന്ദിക്കുന്നതിനോ പകരം അവരെ ഒന്നും താരങ്ങളായിട്ടോ അവരൊന്നും അഭിനേതാക്കളായിട്ട് പോലും കണക്കാക്കാത്ത ജൂറിയുടെ തീരുമാനത്തെ ഏത് രീതിയിൽ വിലയിരുത്തണമെന്നത് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക. അതുകൊണ്ട് തന്നെ ദേവനന്ദയുടെ ഈ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുമ്പോൾ ദേവനന്ദ പറഞ്ഞ വാക്കുകളോട് 100% യോജിക്കുന്ന ഒരു വലിയ കൂട്ടം സമൂഹം തന്നെയാണ് കേരളത്തിൽ നിന്നുണ്ടാകുന്നത്. ജൂറി ചെയർമാൻ പ്രകാശ് രാജ് പറഞ്ഞ വാക്കുകളോട് പൂർണ്ണമായും നിഷേധിക്കുന്ന രീതിയിലേക്ക് കേരള സമൂഹം മാറുകയും ചെയ്തതെന്നുള്ളത് വ്യക്തമായ അടിസ്ഥാനത്തിൽ തന്നെയാണ് ദേവനന്ദ ഈ ഒരു പോസ്റ്റുമായിട്ട് രംഗത്തെത്തുമ്പോൾ ദേവനന്ദയ്ക്ക് കിട്ടുന്ന അഭിനന്ദന പ്രവാഹം എന്നത് ഒരു കാര്യം കൂടി പറയട്ടെ. ഇനിയുള്ളത് സജി ചെറിയാൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നൊരു കാര്യം, കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമകൾ പ്രാമുഖ്യമായിട്ട് സർക്കാർ ഇനി അടുത്ത കൊല്ലം മുതൽ തന്നെ ഉണ്ടാക്കും എന്നുള്ള രീതിയിലാണ്. വനിതകളെ എങ്ങനെയാണോ സർക്കാർ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്, KSFDC എങ്ങനെയാണോ പണം മുടക്കുന്നത്, അതനുസരിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമകൾ രംഗത്തെത്തുമെന്നാണ്. എന്തിനാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു സിനിമ, മുതിർന്നവർക്ക് വേണ്ടിയിട്ടൊരു സിനിമ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊരു സിനിമ എന്ന രീതിയിൽ കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കമേഴ്ഷ്യൽ സിനിമ വരുമ്പോൾ അതിനകത്ത് ഒരു ബാലതാരം അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ആ ബാലതാരത്തിൻ്റെ അഭിനയത്തെ എന്തുകൊണ്ട് കണക്കാക്കിക്കൂടാ? ആ ബാലതാരം ഒരു ചിൽഡ്രൻസ് ഫിലിമിൽ അഭിനയിച്ചാൽ മാത്രമേ ആ ബാലതാരത്തിൻ്റെ അഭിനയ മികവിനെ കൂട്ടാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങളൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, നിങ്ങൾ ആ പ്രായത്തിനനുസരിച്ചോ എന്ത് രീതിയിലായിട്ടുള്ള, ഇപ്പോൾ ഒരു ബാലതാരം എന്ന രീതിയിൽ നമ്മളൊരു കാര്യം മുന്നോട്ട് വയ്ക്കുമ്പോഴേക്കും ആ താരത്തിൻ്റെ അഭിനയ മികവിനെയല്ലേ പ്രശംസിക്കേണ്ടത്? ആ വ്യക്തി അല്ലെങ്കിൽ ആ കുട്ടി ഒരു ചിൽഡ്രൻസ് ഫിലിമിലല്ല അഭിനയിച്ചത് വേറൊരു കമേഴ്ഷ്യൽ സിനിമയിലാണ് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ അഭിനയത്തെ കണക്ക് കൂട്ടാതെ അപ്പാടെ തള്ളിക്കളയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ചോദ്യങ്ങൾ നിരവധിയാണ്, ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ്റെ സംവിധായകനായ വിനേഷ് വിശ്വനാഥ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് ഞാൻ വായിക്കാം, അത് വലിയ നെടുനീളൻ പോസ്റ്റൊന്നുമല്ല. വിനേഷ് വിശ്വനാഥ് എന്ന സംവിധായകൻ നമ്മളോട് സംസാരിച്ചതാണ്. നമ്മൾ കൃത്യമായി വിനേഷിനോട് കാര്യങ്ങൾ ചോദിച്ചാണ്. വിനേഷ് എന്ന സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ്റെ സംവിധായകൻ ഇന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംവിധായകൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: ഇൻ എ വേൾഡ് ഓഫ് നോ വർത്തി എൻട്രീസ് ഫോർ ബെസ്റ്റ് ചൈൽഡ് ആക്ടർ ദേ സ്റ്റാൻഡ് ടോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ 2024 എന്ന് പറഞ്ഞുകൊണ്ട് വിനേഷ് വിശ്വനാഥൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് താഴെ കുറച്ചധികം കമൻസും നിങ്ങളിത് അയച്ചിരുന്നോ എന്ന് പറഞ്ഞിട്ട്, നിങ്ങളിത് അവാർഡിന് വേണ്ടി അയച്ചിരുന്നോ എന്ന് പറഞ്ഞപ്പോൾ വിനേഷ് തന്നെ ക്ലാരിഫിക്കേഷൻ പറഞ്ഞു. വൺസ് ആൻഡ് ഫോർ ഓൾ, യെസ് ഇറ്റ് വാസ് അപ്ലൈഡ്. ഇത്തവണത്തെ 2024 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമ അയച്ചിരുന്നു, അത് അപ്ലൈ ചെയ്തിരുന്നു എന്നുള്ളത് വിനേഷ് വ്യക്തമാക്കുന്നുണ്ട്. ആ കുട്ടികളെ പോലും നിങ്ങൾ കാണുന്നില്ല ജൂറി എന്നുള്ളതാണ് ചോദ്യം. അവരുടെ അഭിനയത്തെ പിന്നെ ആരും നിങ്ങൾ വിലയിരുത്തുന്നില്ലേ? അവരുടെ ഒരു തരത്തിലുള്ള അഭിനയം നിങ്ങൾ വിലയിരുത്തുന്നില്ലേ? ആ സിനിമ കണ്ടതിന് ശേഷം എത്രയോ പ്രേക്ഷകർ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് ഈ കുട്ടികളുടെ അഭിനയ മികവിനെ വാഴ്ത്തിപ്പാടുന്ന പോസ്റ്റുകൾ ഞാൻ കാണിച്ചു തരാം. എത്രയോ പോസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് എത്രയോ കമൻറ്റുകൾ എത്രയോ രീതിയിൽ സിനിമ സംസാരിക്കപ്പെട്ടിരിക്കുന്നു. അതൊന്നും കാണാതെ കണ്ണടച്ചിരുട്ടാക്കരുത് എന്ന് ദേവനന്ദയുടെ വാക്കുകളോട് തന്നെയാണ് യോജിപ്പ്. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ബാലതാരങ്ങൾക്ക് വേണ്ടിയിട്ട് ചിൽഡ്രൻസ് ഫിലിം വന്നിട്ടില്ല എന്നതിൻ്റെ പേരിൽ കമേഴ്ഷ്യൽ സിനിമകളിലോ അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന ഏത് തരത്തിലുമുള്ള സിനിമകളോ ആയിക്കോട്ടെ, ആ സിനിമയിൽ അഭിനയിച്ച ബാലതാരങ്ങൾക്ക് അവർക്ക് കിട്ടേണ്ട അംഗീകാരം കിട്ടുന്നില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അത് സംസാരിക്കപ്പെടേണ്ടതാണ്, അതും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്.